നിപ്പയിൽ മലപ്പുറത്തിന് ആശ്വാസം പകർന്ന പരിശോധനാ ഫലങ്ങൾ. പരിശോധനയ്ക്ക് വിധേയമാക്കിയ 7 പേരുടെ സ്രവ പരിശോധനാ ഫലവും നെഗറ്റീവായി. രോഗലക്ഷണങ്ങളെ തുടർന്ന് നിപ്പ സംശയത്തിന്റെ സാഹചര്യത്തിൽ നടത്തിയ പരിശോധനാ ഫലങ്ങളാണ് നെഗറ്റീവായത്. നിപ്പ ബാധിച്ചു മരിച്ച 14കാരന്റെ കൂട്ടുകാരായ 6 പേരുടെയും 68കാരനായ മറ്റൊരു വ്യക്തിയുടെയും സ്രവ പരിശോധനാ ഫലമാണ് ലഭിച്ചത്. കൂട്ടുകാരായ 6 പേരും കുട്ടിയുമായി നേരിട്ട് സമ്പർക്കമുള്ളവരാണ്. 68കാരനായ വ്യക്തിക്ക് നേരിട്ട് സമ്പർക്കമില്ലെങ്കിലും പനിയുള്ള സാഹചര്യത്തിൽ സാമ്പിൾ പരിശോധിക്കുകയായിരുന്നു. ഓരോരുത്തരുടെയും 3 സാമ്പിൾ വീതമാണ് പരിശോധനയ്ക്ക് അയച്ചത്. ഈ പരിശോധനാ ഫലങ്ങളാണ് നെഗറ്റീവായത്. ഈ പ്രദേശത്തിനടുത്തുള്ള ഒരു സ്ഥലത്ത് നിന്ന് ആയതുകൊണ്ടും സാമ്പിൾ എടുത്ത് പരിശോധിക്കുകയാണ് ഉണ്ടായത്. പക്ഷേ ആ പരിശോധനാ ഫലവും നെഗറ്റീവാണ് എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു പ്രവർത്തനം ആരോഗ്യവകുപ്പ് തുടരുന്നു. അതായത് കോൺടാക്ട് ലിസ്റ്റിലുള്ള ആളുകളെ സാമ്പിൾ എടുത്ത് പരിശോധിക്കുകയും രോഗബാധയില്ല എന്നുള്ളത് ഉറപ്പാക്കുകയും ചെയ്യുന്ന പ്രവർത്തനം തുടരുകയാണ്. നിലവിൽ 330 പേരാണ് സമ്പർക്ക പട്ടികയിലുള്ളത്. ഇതിൽ 68 പേർ ആരോഗ്യ പ്രവർത്തകരാണ്. 101 പേർ ഹൈറിസ്ക് കാറ്റഗറിയിൽപ്പെട്ടവരാണ്. 6 പേർ മഞ്ചേരി മെഡിക്കൽ കോളേജിലും ഒരാൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിലും ഉൾപ്പെടെ 7 പേരാണ് ആശുപത്രിയിൽ അഡ്മിറ്റായി ചികിത്സയിലുള്ളത്. ഇവരുടെ പരിശോധനാ ഫലങ്ങളാണ് നെഗറ്റീവായത്. മരിച്ച കുട്ടിയുടെ കുടുംബത്തിലെ ആർക്കും രോഗലക്ഷണങ്ങൾ ഇല്ലാത്തതും ആശ്വാസം പകരുന്നതാണ്. റിപ്പോർട്ടർ, മലപ്പുറം.